ചരിത്ര പ്രസിദ്ധമായ കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയിൽ 23ാമത് കോഴിക്കോട് മുഖ്യ ഖാസിയായി മുഹമ്മദ് കോയ ജമലുല്ലൈലി തങ്ങൾ സ്ഥാനമേറ്റു. മിഷ്കാൽ പള്ളി അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗതമായ ചടങ്ങുകളോടെ മുത്തുക്കുടയുടെ അകമ്പടിയിൽ കുറ്റിച്ചിറ പുളിച്ചുവട് ജംഗ്ഷനിൽ നിന്ന് പുതിയ മുഖ്യഖാസിയെ ആനയിച്ചും തമ്പേർ മുഴക്കിയും സ്ഥാനവസ്ത്രം അണിയിച്ചുമാണ് കോഴിക്കോട് മുഖ്യഖാസിയായി ജമലുല്ലൈലി തങ്ങൾ സ്ഥാനമേറ്റത്. മുസ്ലിം നാഗരികതയുടെ ഭാഗമാണ് കോഴിക്കോട്ടെ ഖാസി പരമ്പരയെന്നും അതാണ് ഈ നാടിനെ വ്യത്യസ്തമാക്കുന്നതെന്നും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മലബാറിലെ പ്രമുഖ പട്ടണമായ കോഴിക്കോട് മുസ്ലിം നാഗരികതയിൽ അറിയപ്പെട്ട പ്രദേശമാണ്. അറബികളുമായിട്ടുള്ള കോഴിക്കോടിൻ്റെ ബന്ധം സുവിദിതമാണ്. ഇബ്ൻ ബത്തൂതയെ പോലെയുള്ള സഞ്ചാരികൾ ഇഷ്ടപ്പെട്ട പ്രദേശമായിരുന്നു കോഴിക്കോടും ചാരിയവും പന്തലായനിയും. കോഴിക്കോടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് തന്നെ ഇബ്ൻ ബത്തൂത രേഖപ്പെടുന്നത് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യമാണ്, അജായിബാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പൂർവ്വകാലമാണ് കോഴിക്കോടുള്ളത്. ആ പൂർവ്വകാലത്തിലൂടെ കോഴിക്കോടുകാർ ഇപ്പോഴും ജീവിക്കുന്നു. പുതിയ കാലഘട്ടങ്ങളിലേക്കും അവർ വളർന്ന് വലുതായിരിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോടിന്റെ മതസാഹോദര്യ പാരമ്പര്യം വിളിച്ചോതി കോഴിക്കോട് സാമൂതിരി രാജ പ്രതിനിധി കേരളവർമ്മ KP ഏട്ടനുണ്ണി രാജയും മുഖ്യ ഖാസിക്ക് ആശംസ അർപ്പിക്കാനെത്തി. മേയർ O സദാശിവൻ മുഖ്യാതിഥിയായി. മിഷ്കാൽ പള്ളി ആക്ടിംഗ് പ്രസിഡന്റ് PO ഹാഷിം ഖാസിയെ തലപ്പാവ് അണിയിച്ചു. സ്വാഗത സംഘം ചെയർമാൻ CBV സിദ്ദിഖ് ഔദ്യോഗിക വസ്ത്രം കൈമാറി. ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി, സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, കൗൺസിലർ TPM ഷിജാൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.